നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി മേയർ സ്ഥാനാർത്ഥിയായ VM വിനു സമർപ്പിച്ച ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചേക്കും. വിനുവിന്റെ പേര് നീക്കിയതിന് പിന്നിൽ CPIM ആണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേസമയം VM വിനുവിന് 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിലും വോട്ടുണ്ടായിരുന്നില്ല എന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബെൻസൺ ആണ് വിവരങ്ങൾ പഠിച്ചിരുന്നത്. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ഈ VM വിനുവിന്റെ ഈ ആവശ്യം ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് UDFന്റെ കോൺഗ്രസിന്റെ പ്രതീക്ഷ? വിവരങ്ങൾ എങ്ങനെയാണ്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. കാരണം പതിറ്റാണ്ടുകളായി LDF ഭരിക്കുന്നതാണ് കോർപ്പറേഷൻ. അപ്പോൾ ഇത്തവണ നല്ല സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് ആ ഭരണം തിരിച്ചു പിടിക്കാമെന്ന ഒരു പ്രതീക്ഷ UDFനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മേയർ സ്ഥാനാർത്ഥിയെ, സംവിധായകൻ VM വിനുവിനെ UDF രംഗത്തിറക്കിയത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയാണ് UDFന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ മത്സരത്തെ ബാധിക്കുന്ന ഘടകം തന്നെയാണ്. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അടിയന്തരമായി തന്നെ ഹർജി പരിഗണിക്കണമെന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അടിയന്തരമായി തന്നെ ഈ ഒരു ഹർജി പരിഗണിക്കും. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് വോട്ടർ പട്ടിക, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടികയും, ഈ രണ്ട് വോട്ടർ പട്ടികയിലും പേരുണ്ടോ എന്നതിൽ ഒരു കൃത്യമായിട്ടുള്ള പരിശോധന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിനെ തിരഞ്ഞെടുപ്പിന് നിർത്തണമെന്ന് തീരുമാനിച്ച UDF നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ ഇനിയൊരു നിയമ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ ഇപ്പോൾ ആ പ്രദേശത്ത് കല്ലായിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള അന്വേഷണവും UDF നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഒരു പ്രതികൂലമായിട്ടുള്ള നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെങ്കിൽ ഉടനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിനോളം തന്നെ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കാരണം മേയർ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു VM വിനുവിനെ രംഗത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ആര് മേയർ സ്ഥാനാർത്ഥിയാക്കണം, അതോടൊപ്പം തന്നെ അത്രത്തോളം നല്ല ഒരു സ്ഥാനാർത്ഥി ഇറക്കിയാൽ മാത്രമേ ആ കല്ലായി ഇനി തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വലിയ പ്രതിസന്ധി UDFനുണ്ട്. VM വിനു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര കണ്ട് കോടതിക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ അറിയേണ്ടത്.